ഇതും ഒരു സൗദി അറേബ്യയിലൊരു സ്ഥലമാണ്. ഇത് പ്രവാസികൾ താമസിക്കുന്ന വീടുകളാണ്. ഇത് നോക്കിയാൽ ഇവിടെയൊക്കെ മണലും കച്ചറയാണ്, മണലാണ്, മരുഭൂമിൻ്റെ ഒരു ഭാഗം. ഇവിടെ വരുമ്പോഴേക്ക് ഞാൻ ഷൂ ഇടാതെ വരലെന്നില്ല. കാരണം എന്ന് വെച്ചാൽ പാമ്പുകളൊക്കെ ഉണ്ടാവും. കാരണം മരുഭൂമിയിലുള്ള പാമ്പുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. നോക്കിയാൽ വന്നു കഴിഞ്ഞാൽ കാട്ടിലൊക്കെ കയറിയ ഒരു ഫീലാണ്. ഇത് കുടിവെള്ളം, നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നതാണ്. കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെയാണ് ഇവർ താമസിക്കുന്ന റൂമുകൾ. നോക്കിയാൽ ഇതൊക്കെ ഇവർ താമസിക്കുന്ന റൂമുകളാണ്. യഥാർത്ഥ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന അതിനൊന്നും നിങ്ങൾ പ്രവാസികളുടെ കൂട്ടത്തിൽ പെടുത്തത്. അവരൊക്കെ ബിസിനസ്മാൻമാരാണ്, ഇവിടെ വന്ന് ചെയ്യുന്ന ബിസിനസ്മാൻമാർ. ഇതാണ് യഥാർത്ഥ പ്രവാസികളുടെ അവസ്ഥ. കണ്ടില്ലേ റൂമുകളുടെ അവസ്ഥ നോക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പൊക്കെ കയറില്ല, പേടിയാവും. ഇവർ ഇതാട്ടോ കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ബംഗ്ലാദേശി പൗരന്മാരാണ്, ഫുള്ള് കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ്. ഉണ്ടല്ലേ ഇതൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ താമസക്കാരുണ്ടാവും. എന്താ കുടിക്കാൻ നല്ല വെള്ളം, ശുദ്ധവെള്ളമാണ്. അത് ഞാൻ കൊണ്ടു കൊടുക്കും. നമ്മളെ ബിസിനസ്സാണ് കുടിവെള്ളത്തിൻ്റെ. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിലൊന്നും നോക്കിയാൽ നാട്ടിൽ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കഷ്ടപ്പാട് പോലെ ഇവിടെ വന്ന് പെടുന്നത്. ചില സമയം ഇവരുടെയൊക്കെ മക്കളൊക്കെ കൊട്ടാരം പോലുള്ള വീടുകളിലായിരിക്കും താമസിക്കുന്നുണ്ടാകുക അല്ലേ. ഏതായാലും ഇത് നമ്മളെ വണ്ടിയാണ്. ഓക്കെ.